പവർകോയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണ് ക്ലാമീറ്റർ ഉപയോഗിച്ച് ആംബിയർ ടെസ്റ്റ് ചെയ്യുന്നത് എന്ന് എങ്ങനെയാണെന്ന് പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ ആദ്യമേ തന്നെ ഈ മോട്ടറിൽ നമ്മൾ പോയി നോക്കുക, എത്ര ആംബിയറാണ് അതിൻ്റെ എടുക്കുന്ന ആംബിയർ നോക്കുക. അപ്പോൾ അതിൽ എഴുതിക്കും 5.9 എടുക്കുന്നുണ്ട്, ആംബിയർ എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളത് ചെക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ നോക്കാം. നമ്മൾ ക്ലാമീറ്റർ എടുക്കുന്നു, അതിലേക്ക് ഓഫിലായിരിക്കും. അപ്പോൾ നമ്മളത് നല്ല എടുത്ത് ഓണാക്കിയിട്ട് ആംബിയറിൽ ലോ ആംബിയർ മതി, 40 ACC എന്നുള്ള അതെടുക്കുക. ശേഷം നമ്മൾ ഇതിൽ ഏതെങ്കിലും ഒരു വയർ കണക്ട് ചെയ്ത്, മോട്ടറിലേക്ക് വരുന്ന വയറാണ്, ഇൻകമറായിട്ട് വരുന്ന വയറാണ്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു വയർ എടുക്കുക. 2 വയറിലും നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് കിട്ടത്തില്ല, ആംബിയർ കാണിക്കത്തില്ല. അപ്പോൾ ഏതെങ്കിലും ഒരു വയർ നമ്മളെടുത്ത് ചെക്ക് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഇനി സപ്ലൈ കൊടുക്കേണ്ടതുണ്ട്. ഇപ്പോൾ മോട്ടർ ഓൺ ആക്കുകയാണ്. അപ്പോൾ എത്ര ആംബിയർ ആണെന്നതാണ് കറക്റ്റായിട്ട് കാണിക്കുന്നുണ്ട്. ആംബിയർ ഏകദേശം 4 ആംബിയറിന് 67 അടുത്ത് എത്ര ആംബിയർ എടുക്കുന്നുണ്ട്. അത് ഇങ്ങനെ റൺ ചെയ്യുമ്പോൾ ചിലപ്പോൾ അങ്ങനെ കൂടി വരും. നോർമൽ ലെവലിൽ അങ്ങനെ നോർമൽ ലെവലിൽ ഉണ്ടാവില്ല. ഈ 5.9 ഇത് മാക്സിമം ആംബിയർ എടുക്കുക ഈ മോട്ടർ. അപ്പോൾ എന്തായാലും കുഴപ്പമില്ല, നല്ല റണ്ണിങ് ആണ്, കുഴപ്പമില്ല. ഇങ്ങനെയാണ് നമ്മളിതിൻ്റെ മെഷർമെൻറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ 2 എണ്ണത്തിൽ നമ്മൾ 2 വയറിൽ കൊടുത്തു കഴിഞ്ഞാൽ ഒന്നും കാണിക്കുന്നില്ല. കാരണം 2 വയറിൽ ആംബിയർ നമുക്ക് ഇറക്കാൻ പറ്റില്ല. ലോഡ് കാൽക്കുലേറ്റ് കറണ്ട് കറക്റ്റ് നോക്കണമെങ്കിൽ നമ്മൾ ഒറ്റ എടുക്കുക. 5 ആംബിയറിൻ്റെ അടുത്ത് കാണിക്കുന്നത്, 5 ആംബിയറിൻ്റെ. ഇങ്ങനെയാണ് നമ്മൾ ക്ലാമീറ്റർ ഉപയോഗിച്ച് കറണ്ട് അളക്കുന്നത്, ആംബിയർ ചെക്ക് ചെയ്യുന്നതിനെയാണ്. ശരി, ഓക്കെ, താങ്ക് യു.